നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക കൊണ്ട് പലരും ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഏത്തയ്ക്ക കൊണ്ട് ഒരു വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം. ഇത് അരിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തെങ്ങ അരിയണം. അല്ല ഏത്തയ്ക്ക അപ്പത്തിന് അരിയുന്ന പോലെ അരിയല് വട്ടം അരിഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രൈസിന് അരിയുന്ന പോലെ ഒരു പകുതിയുടെ പകുതി ഏത്തയ്ക്ക, കാൽഭാഗം ഏത്തയ്ക്ക ഒരു 3 പീസായിട്ട് ഇങ്ങനെ അരിയണം. ഇങ്ങനെ 3 പീസ് കണ്ടില്ലേ. നമ്മൾ ഇതിനു വേണ്ടിയുള്ള ഇച്ചിരി മൈദയും കോൺഫ്ലവർ ആവേണ്ടത്. കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാം. പഞ്ചസാരയും കൂടെ ചെയ്ത് മിക്സ് ചെയ്യാം. ഏത്തയ്ക്ക പൊരിച്ചെടുക്കാനുള്ള മൈദാമാവും കോൺഫ്ലവറാണ് ചേർക്കേണ്ടത്. കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് അരിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർക്കുക. ആവശ്യത്തിനായ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് മധുരം ആവശ്യമുള്ളവർക്കാണെങ്കിൽ ആവശ്യത്തിന് മധുരം ചേർക്കുക. പിന്നെ ഏത്തയ്ക്കക്ക് മധുരമുള്ള ഏത്തയ്ക്ക ആണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തരിയില്ലാതെ കലക്കിയെടുക്കുക. നല്ലോണം കലക്കിയെടുക്കാം. തരിയില്ലാതെ നല്ല ശരിക്കും നല്ലോണം കലക്കിയെടുക്കുക. കലക്കിയെടുത്തതിന് ശേഷം ഏലക്ക പൊടിച്ച് വെച്ചത്, ഏലക്കയുടെ അകത്തെ കുരു മാത്രം നമ്മൾ പൊടിച്ച് വെച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. അതും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം കലക്കിയെടുക്കുക. ഏത്തയ്ക്ക അതിൽ മുക്കി മാവ് പാകമായെന്ന് നോക്കണം. പാകമായിട്ടില്ല, നമുക്ക് കുറച്ചും കൂടെ മൈദയും കൂടെ ചേർക്കണം. കുറച്ച് മൈദയും കൂടെ ചേർത്ത് നല്ലോണം തരിയില്ലാതെ ഒന്നും കൂടെ കലക്കിയെടുക്കുക. കലക്കിയെടുത്തതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അടുപ്പ് കത്തിക്കുക. അതിനുശേഷം ചീനച്ചട്ടി ചൂടായതിന് ശേഷം ഓയിലൊഴിക്കുക. ഓയിലോ വെളിച്ചെണ്ണയായാലും മതി. നമ്മളിപ്പം ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ആവശ്യത്തിന് ഓയിലൊഴിച്ച് ചൂടായതിന് ശേഷം ഒരു ഏത്തയ്ക്ക എടുത്ത് മാവി മുക്കി ബ്രെഡ് പൊടിക്കകത്ത് മുക്കി എണ്ണയ്ക്കകത്ത് ഇട്ട് പൊരിച്ചെടുക്കുക. ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യുക. ബ്രെഡ് പൊടിക്കകത്ത് മുക്കി പൊരിച്ചെടുക്കുക. നല്ലോണം ബ്രൗൺ കളർ വരുന്നവരെ നല്ലോണം മൂക്കണം. നിങ്ങൾ കലക്കിയിട്ട് ആ ഏത്തയ്ക്ക ഓരോന്നായിട്ട് നമുക്ക് ബ്രെഡ് പൊടിക്കകത്ത് മാവി മുക്കി ബ്രെഡ് പൊടിക്കകത്ത് മുക്കി പൊരിച്ചെടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. ഈ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വെച്ച് സോസുമായിട്ട് കൊടുത്താൽ മതി. പിള്ളേർ നല്ലോണം കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്ന പോലെയൊന്നുമല്ല, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഇതിനൊക്കെ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ഓൾ ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ സാധനം റെഡി ആയി കഴിഞ്ഞു. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നോക്കിക്കോ, അതൊക്കെ പറയും. ഈ സോസ് ഒഴിച്ച് നമുക്ക് നോക്കാം, കഴിക്കാം. കഴിച്ചു നോക്കട്ടെ, ഞാൻ അഭിപ്രായം പറയാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ വൈകിട്ട് ചായയോടെ കൊടുക്കാൻ വേണ്ടി നല്ലൊരു സാധനമാണ്. നല്ല മധുരവും. കഴിച്ചു നോക്കി, എങ്ങനെയുണ്ടോ? പഴംപൊരി പോലെ ഉണ്ടോ? പറയത്തില്ല. അപ്പം എല്ലാവരും ഇതിന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഹലോ, ഏത്തയ്ക്ക, മൈദാമാവ്, അരിമാവ്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത ഓൾ ബെല്ലൈക്കൻ അമർത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോ ആയിട്ട് ഗുഡ് ബൈ.